ഞാനിവിടെ ചൊറിയും കുത്തിയിരിക്കണോ? ഇവിടെ നല്ല തിരക്കല്ലേ, ഇവിടെ ചൊറിയും കുത്തിയിരിക്കാനാ നേരം. ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെ സമയമില്ല. ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത തരലുണ്ടോ? സാറേ പേഷ്യൻ്റ് ഉണ്ടെന്ന് വിളിക്കൂലേ? പറഞ്ഞാൽ 78 OP കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പം ഞാൻ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയ്ക്ക് വന്നു കേട്ടോ. ഈ കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ ഭയങ്കര തിരക്ക് കാരണം എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കാരണം ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള റിപ്ലൈകൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? പലർക്കും ഒരുപാട് തെറ്റിയതുണ്ട്. ഞാൻ ആ കമൻ്റ് ഒന്ന് വായിച്ചു തരാം. തൽക്കാലം ഇത് എഴുതിയ ആളെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണ്? ഒരു കൺഫ്യൂഷൻ, ഒരു സംശയം, ഒരു ചോദ്യചിഹ്നം. അഥവാ വെറും MBBS എടുത്ത് ചൊറിയും കുത്തിയിരിക്കുന്ന ഡോക്ടറാണോ? 2 സംശയം. ഓക്കെ, ഡോക്ടറായാൽ പിന്നെ വേണ്ടത്ര വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ബ്ലോഗറായി മാറണമെന്ന് ഭ്രാന്തി പിടിച്ച് നടക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ 3 ചിരി. ഇങ്ങനെ ഇട്ടൊരു കമൻ്റാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് എനിക്ക് പ്രൊഫഷണലി വളരെ ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ടാണ്. പിന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം എത്രമാത്രം തിരക്കുണ്ട് എന്നുള്ളത്. അത്രയേറെ തിരക്ക് പിടിച്ച് ചെയ്യുക. ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ പാഷനും മെഡിക്കൽ പ്രൊഫഷനാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഒരാൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് പാഷൻ എന്ന രീതിയിൽ ചെയ്യുന്നതും ഒരു പ്രൊഫഷണൽ കാര്യമാണ്. സർക്കംസിഷൻ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ബാല്യകാലം തൊട്ട് എനിക്ക് ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നും എന്തെങ്കിലും എഴുതണം എന്നുള്ളത്. ഡയറികളായി, കയ്യെത്ത് വാരികകളായി അങ്ങനെ എഴുതും എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. പഠിക്കുന്ന സമയത്തും എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. വെറുതെ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതി ഉണ്ടാക്കുക. അതെൻ്റെ ഒരു ഹോബിയായിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. വെറുതെ ടെക്സ്റ്റ് ബുക്കുകൾ അടിച്ചിട്ട് അത് മറ്റു കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഹോബി ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറേ കാലം മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എൻട്രി ചെയ്തപ്പം 2-3-4 വർഷം എൻ്റെ ഈ ഹോബികളൊക്കെ ഞാൻ വർദ്ധിച്ചൊരു കാര്യമുണ്ട്. ജസ്റ്റ് ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിക്കും എന്നുള്ളത് അതിനപ്പുറം ഒക്കെ ഉപേക്ഷിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ പിന്നീട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഡയറി എഴുതുന്നതുകൊണ്ട് തന്നെ പിന്നെ ബ്ലോഗുകൾ എഴുതി തുടങ്ങി. ഈ ബ്ലോഗുകളൊക്കെ എഴുതി തുടങ്ങുമ്പം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നല്ലോ. വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ മൈക്ക് മൊച്ചിങ്ങയും മറ്റേ നമ്മളെ പൂളത്തണ്ടും ഉപയോഗിച്ച് മൈക്കുണ്ടാക്കി പ്രസംഗിക്കുകയും ആ പുസ്തകങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയൊക്കെ ചെയ്ത ആ കഴിവുകൾ എവിടെ? അത് എവിടെ ഉപേക്ഷിക്കപ്പെട്ടു? ജീവിതത്തിന് കുറച്ച് കാര്യമുള്ളൂ നമുക്ക് ജീവിക്കാൻ. ആ കാലഘട്ടം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമാവണം. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എനിക്ക് അതിനൊരു തടസ്സമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ആ സമയത്താണ് ഞാൻ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും അതും എൻ്റെ ഒരു പാഷനാണ്. ആ പാഷനെയോടും പ്രൊഫഷനിലേക്ക് മിക്സ് ചെയ്യാണ് പിന്നെ ചെയ്യുന്നത്. കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എനിക്ക് പ്രൊഫഷണലി നോളജ് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ? നമ്മളൊരു അക്കാഡമിക്ഷൻ അല്ല, ഒരു ക്ലാസ് പോയി എടുക്കുന്ന ആളല്ല, നമ്മൾ പ്രാക്ടീസിങ് ഡോക്ടറാണ്. ഒരു മെഡിക്കൽ കോളേജിൽ ക്ലാസ്സൊക്കെ എടുക്കാൻ നമുക്ക് അങ്ങനെയെങ്കിലും സോഴ്സ് ഉണ്ടോ? അതില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ എന്താ പ്രശ്നം? അതിനും എനിക്ക് ലീവ് എടുത്ത് പോകാൻ എന്തായാലും പറ്റില്ലല്ലോ. നമ്മൾ ഡ്യൂട്ടി വിട്ടുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാൻ തയ്യാറാവാറില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ബ്ലോഗിങ് ഈസ് ബ്ലോഗിങ്. ബാക്കിയെല്ലാം അതിൻ്റേതായ വഴിക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ തീരുമാനിച്ചു എന്തായാലും യൂട്യൂബ് വീഡിയോകളായി ഒരു പേജുകളായി അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 4000-ഓളം വീഡിയോസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം ഇത് കാണുന്നവർ വിചാരിക്കും ഡെയിലി ഇങ്ങനെ കുറേ പോസ്റ്റ് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഇയാൾ ഇതിന് തന്നെ ഇരിക്കണം. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ഇടവേളകൾ. ഇന്നിപ്പോൾ ഞാൻ എന്താ വന്നത്? ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഇന്ന് രാത്രി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അനുവർത്തിക്കാമെന്ന് വിചാരിച്ചതാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ആ ഒരു സമയമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണിത് സാധ്യമാകാൻ? ഇതെന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഇടവേളകൾ. ഇപ്പോൾ പേഷ്യൻ്റ് വരുന്ന ഗ്യാപ്പിലൊക്കെ എൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഒരു ചെറിയൊരു ടാബ് തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഗ്യാപ്പിൽ ഒരു പേഷ്യൻ്റ് വന്ന് ഇങ്ങോട്ട് ഡോറ് കടന്ന് അടുത്ത വരുന്നതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒരു ഐസൈറ്റ് അവിടെയൊക്കെ എത്തുകയാണ്. മനസ്സിലായില്ലേ? അതിലൂടെയാണ് നമുക്ക് അടുത്ത ഇത് കിട്ടുന്നത്. നമ്മൾ ടെക്നോളജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം അവിടെ ഉണ്ടാവും. സമയം നമ്മൾ വേറെ കണ്ടെത്തേണ്ടത്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാണ്. എല്ലാം റെഡിയാണ്. നമ്മളതിന് വേണ്ടി എത്രയോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതിൻ്റെ 10,000-1 പോലും എനിക്ക് റിട്ടേൺ യൂട്യൂബിൽ നിന്ന് കിട്ടുമൊന്നുമില്ല. ഇത് വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്യുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ സമയം ഇപ്പോൾ ഈ സഹോദരനെ ചോദിച്ച് നോക്ക്. ഈ സഹോദരന് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ചെറിയൊരു നോണ പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ. സിസ്റ്ററെ ഞാൻ ഭക്ഷണം കഴിക്കാൻ
ആ ഓക്കെ 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 കണ്ടോ. ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഗ്യാപ്പിൽ ഇപ്പം 5 പേഷ്യൻസ് അവിടെ വെയിറ്റിങ്ങാണ്. 5 പേഷ്യൻസ് അവിടെ വെയിറ്റിങ്ങാണ്. ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാറില്ല. പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോഴൊക്കെ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കി ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം, കാരണം ഞാൻ സ്ട്രെസ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ബി ഹെൽത്തി ബൈ. ഇതിൻ്റെ 2ാം പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ബി ഹെൽത്തി ബൈ 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 ബൈ.